മോളുടെ ഒരു ബുദ്ധി നോക്കിക്കാണ്. എനിക്ക് ഇതുവരെ ഈ ബുദ്ധി തോന്നിയില്ല കേട്ടോ. അപ്പോഴും നമ്മളിങ്ങനെ ചട്ടി വെക്കാനായിട്ടാണല്ലോ ഇതേപോലെ തുണി ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ എടുത്ത് വെക്കത്തില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ചട്ടിക്കകത്തുനിന്ന് വെള്ളം താഴോട്ട് വീണ് അഴുക്കാവത്തില്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്ത് വെക്കത്തില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ടൊരു ബുദ്ധി കാണിച്ചതേ ഇതുകൊണ്ട്. ഈ നമ്മുടെ സൈറ്റിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഈ തട്ടിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ തെങ്ങൊക്കെ അറുത്തതാണ്. അതിതേപോലെ നീളത്തിൽ അങ്ങോട്ട് എടുത്ത് വെച്ച് ദേ. പക്ഷേ സംഭവം കുഴപ്പമില്ല, മഴയൊക്കെ പെയ്ത തടി വലുതാകുമെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ച് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇത്രയും ബുദ്ധിയോ. പക്ഷേ ഇങ്ങനെ എടുത്ത് വെച്ചത് കൊണ്ട് ഇവർക്കൊക്കെ ഇച്ചിരി ജീവനൊക്കെ വെച്ച് കേട്ടോ. നമ്മുടെ ചെടിക്കൊക്കെ ജീവൻ വെച്ചിട്ടുണ്ട്. മറ്റേ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നേത്, ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരുന്നേത് നല്ല ചെടിയല്ലേ. കണ്ട കുഞ്ഞ് നീലപ്പൂവ്. ഇപ്പോൾ ഇതിനൊക്കെ ഇച്ചിരി ജീവനൊക്കെ. റോസയ്ക്കൊരു വാട്ടമുണ്ടല്ലേ, റോസയ്ക്കൊരു വാട്ടമുണ്ട്. ഒരു നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ മഴ പെയ്യുമ്പം തടി അങ്ങ് പന്നലാവും. പിന്നെ അതേ ഇതിൻ്റെ മണ്ട കൊച്ച് ഇതിങ്ങനെ പൂക്കാതെ ഉണ്ടാവുമായിരുന്നു, പൂ ഉണ്ടാവുമായിരുന്നു. ഇതിൻ്റെ പേരെന്താ, അഡീനിയം. അപ്പോഴിതേ ഇത് രണ്ടും വലിയതായിരുന്നേ, ഇത്രയും വലിയ മൂടായതായിരുന്നു. അപ്പോൾ മണ്ട മുറിച്ചപ്പം അതും പൂവൊക്കെ ഇട്ട് കേട്ടോ. അതേ പിന്നെ ഇങ്ങനെ ഇവിടെ വെച്ച് മുറിച്ച് കളഞ്ഞപ്പോൾ ദേ നിറച്ചും പൂവായി ഇവിടെ കേട്ടോ. ഒത്തിരി എത്ത് വന്ന് പൂവായി കണ്ടോ. ഇതും ഇങ്ങനെ മുറിച്ച് വെച്ചേക്കും. ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്കറിയത്തില്ല കേട്ടോ ഈ ചെടി ഇങ്ങനെ മരുന്നൊക്കെ ഇട്ടിങ്ങനെ ചെയ്യുന്നതാണ്. നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും എൻ്റെ മോളൂട്ടി അത് മുറിച്ച് വെച്ചു കേട്ടോ. മുറിച്ച് വെച്ചപ്പോൾ എന്തായാലും എല്ലാത്തിനും പൊട്ടിക്കിളിച്ചിങ്ങനെ ശിഖരങ്ങളൊക്കെ വന്നു. അപ്പോഴും സന്തോഷമായി എനിക്ക് തോന്നുന്നു ആ മണ്ട എടുത്താണ് പുള്ളിക്കാരത്തി ദേ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതും കിളിർത്ത് വന്നു കണ്ടോ. ഭയങ്കര ബുദ്ധിയാണ്. അതിൻ്റെ മണ്ട എടുത്ത് ഇവിടെ കുത്തി വെച്ചേക്കുകയാണ്. വേണ്ട ഇഷ്ടംപോലെ റോസാപ്പൂവൊക്കെ ഉണ്ട്. ഇത് കേട്ടോ നല്ല തന്നെ റോസയാണ്. ഇതിനകത്ത് എപ്പോഴും നിറച്ചും പൂ വരും കേട്ടോ. ഈ റോസയ്ക്കകത്തും എന്നും മിക്കവാറും നിറച്ചൊരു 3-4 എണ്ണം കൊല കുത്തി കിടക്കും കേട്ടോ. ഈ ചെടി നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് നല്ല രസമുള്ളൊരു ചെടിയാണ് കണ്ടോ. എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്താണെന്ന്, പക്ഷെ സൂപ്പർ ചെടിയാണ്. ഇതിങ്ങനെ പൂത്ത് ഇതിൻ്റെ 2-3 സൈസ് നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ നമുക്കൊരു 2-3 സൈസ് ചെടിയുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല പേര്. ദേ ഇതാണേല, അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറ. പക്ഷെ നല്ല ഭംഗിയാണിത്. ഇപ്പം പൂവ് ഇത് താഴന്നേ പൂവായിട്ട് ഇത്ര മേളിലായി കേട്ടോ. ഇത് താഴോട്ടുണ്ടായിരുന്നു പൂവ്. നല്ല രസമുണ്ടല്ലേ പൂ കാണാൻ. അല്ല, ഒരു ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് കണ്ടോ. ഇതൊരു ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ രസമുണ്ട് കാണാൻ. ഇതേണ്ട പൂ കണ്ടോ എന്ത് ഭംഗിയുണ്ട്. നമ്മുടെ കയ്യിൽ ഡാൻസിങ് ഗേൾ ഉണ്ടല്ലോ, ഓർക്കിഡ് ചെറിയ ഇത്, അതിൻ്റെ ഒരു വേറൊരു സൈസാണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂവ്. ഇതേ മൊട്ടിതാണ്. എൻ്റെ ദൈവമേ, കുവൈറ്റിലൊക്കെ ബോംബാക്രമണമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ന്യൂസ് കണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ അയ്യോ, നമ്മുടെ ആൾക്കാരെല്ലാം അപ്പുറത്ത് എല്ലാവരും പോയേക്കുവാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസമേ ആയുള്ളൂ അവർ പോയിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ഞാൻ ഇറങ്ങി ഓടി, എനിക്ക് പേടിയായിട്ട് കേൾക്കാൻ വയ്യ. അവരൊക്കെ ഇപ്പോൾ അങ്ങോട്ട് കുഞ്ഞിൻ്റെ പ്രസവത്തിനായിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. കേട്ടിട്ട് സത്യം പറഞ്ഞാൽ പേടി വന്നിട്ട് വയ്യ. എന്താവും ഒന്നും അറിയാൻ വയ്യ കേട്ടോ. ഭയങ്കര നമ്മുടെ പണ്ടത്തെ കനകാമ്പരം, എന്താ ലേഡീസ് കനകാമ്പരം. ഞാൻ ഇതൊക്കെ ഉണ്ടല്ലോ എന്തുമാത്രം പറിച്ച് തലേ വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ. ഞാൻ വാർത്ത കേട്ടിട്ടൊന്നും എനിക്ക് എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര പേടിയും വെപ്രാളവും ഒക്കെ. അത്രയ്ക്ക് അവരൊക്കെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നല്ലേ ഉള്ളൂ. നമുക്ക് കേൾക്കുമ്പോൾ ഒരു പേടി. ഓമയ്ക്കക്കുട്ടൻ്റെ കീഴത്താണ് ഞാനിവിടെ നിൽക്കുന്നത് കേട്ടോ. നീണ്ട പഴുത്ത് വലിയൊരു തണ്ണിമത്തനുണ്ടല്ലോ, തണ്ണിമത്തൻ്റെ അത്രയും 2-3 നിൽപ്പുണ്ട്. അതെനിക്ക് കുത്തിയിടണം. ഇനി എത്തത്തില്ലെന്ന് തോന്നുന്നു. വലിയ തോട്ടി എടുത്തുകൊണ്ട് വന്ന് എടുക്കണം. ഇത് കണ്ടോ,
ബാത്റൂമിൻ്റെ ഇവിടെ തന്നെ കിളിർത്ത് വന്നതാട്ടോ ഒരു ശംഖുപുഷ്പം. ഞാനൊന്നും ചെയ്യാൻ പോയില്ല, അങ്ങോട്ട് കിളിർക്കട്ടെ വളരട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ തട്ടിൻ്റെ ശംഖുപുഷ്പമായി ബാത്റൂം അകത്ത്. പക്ഷെ സാരമില്ല, കുഴപ്പമില്ല, അവൻ തന്നെ കിളിച്ച് വന്നതല്ലേ, നമ്മളിപ്പോൾ എന്താ ചെയ്യാനത്. ദേ അടുക്ക് ശംഖുപുഷ്പം പറിച്ച് കളയാനും മനസ്സില്ല. ഇത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പക്ഷേ ഇവിടുന്ന് പൂ പറിക്കത്തില്ല കേട്ടോ, നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയേക്കുന്നതേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ വിളക്കിൻ്റെ മുന്നിലൊന്നും വയ്ക്കാൻ പൂവൊന്നും എടുക്കത്തില്ല ഞാൻ കേട്ടോ, അതെ ബാത്റൂമിൻ്റെ അടുത്തല്ലേ, അതുകൊണ്ട്. പക്ഷേ ഇത് നല്ല രസമുണ്ട്, ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങോട്ട് പടർന്ന് അവിടെ ഞാനൊരു കയറും കെട്ടിക്കൊടുത്തു കേട്ടോ, അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ എന്താ പരാഗണം ചെയ്യുന്നൊരു സമ്പ്രദായം. ഈ പൂമ്പൊടി എടുത്ത് വേറൊരു കളറ് ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അപ്പോഴും നമുക്ക് വേറെ വേറെ കളർ കിട്ടും. ഇതിപ്പോൾ വെയിലിൻ്റെ ഇതുകൊണ്ട് ഇത് മഞ്ഞപ്പൂ കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ നമുക്ക് അങ്ങനെ ഒത്തിരി കളർ നമുക്ക് കിട്ടും കേട്ടോ, ഞാൻ ഇടയ്ക്ക് ചെയ്യും. ഈ പൂവിൻ്റെ പൂമ്പൊടി എടുത്ത് ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ പൂ ഇങ്ങനെ പറിച്ചിട്ട് നമ്മൾ വേറൊരു കളറായിരിക്കണേ, ഇതേമാതിരിയുള്ള ചെടിയുടെ അതിനകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കണം. കാണുന്നോ? ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കണേ. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അങ്ങനെ വെച്ചേക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോഴും നമുക്ക് വേറെ കളറ് കിട്ടും കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ഭയങ്കര സമ്പ്രദായങ്ങളാണ് ഇവിടെ. ഇങ്ങനെ അപ്പോഴും വേറെ നമുക്ക് 2 കളറിലുള്ള പൂവും ഇതൊക്കെ ആയി കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ, ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ സുപ്പിൻ്റെ ഐഡിയകളാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വേറെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് മഞ്ഞയുണ്ട്, ഇടയ്ക്ക് മഞ്ഞയുണ്ട്. പക്ഷേ ഈ സൈസ് ഉണ്ടല്ലോ, ഇവിടെ അങ്ങ് തിങ്ങി നിറഞ്ഞ് വന്നേക്കും കേട്ടോ. സ്നേക്ക് പ്ലാന്റ് ഒത്തിരിയായി സ്നേക്ക് പ്ലാന്റ്. പക്ഷെ നല്ല നീളമുണ്ട് കേട്ടോ, നല്ല നീളത്തിനാണ് ഇത് കിളിർക്കുന്നത്. നമ്മൾ ചട്ടിക്കകത്ത് നട്ടാലുണ്ടല്ലോ ഇത്രയും നീളത്തിൽ കിട്ടത്തില്ല, അതെന്താണ് എനിക്കറിയത്തില്ല. ഇവിടെ നിൽക്കുമ്പോൾ നല്ല നീളമുണ്ട്. ഈ ചെടി ഉണ്ടല്ലോ, ഇതെൻ്റെ അത്രയും നീളമായി. ഈ ചെടി എൻ്റെ അത്രയും നീളമായി കേട്ടോ. ഞാൻ ഇത്രയുണ്ട്, ഈ ചെടിയുടെ അത്രയുണ്ട്. കണ്ടോ, നല്ല നീളത്തിൽ കിട്ടിയേക്കുന്നു. നമ്മൾ കൊണ്ട് നട്ടാൽ അത്രയും നീളമില്ല കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പാട്ട് കേൾക്കുന്നു. നമ്മുടെ ഓമമരത്തിൽ നിന്നൊരു ഓമയ്ക്ക കിടക്കുന്നതുണ്ടോ, പഴുത്ത് വേണ്ട എടുക്കേണ്ട. പട്ടികളൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നത് അറിയത്തില്ല. നല്ലൊരു ഓമയ്ക്കായിരുന്നു പക്ഷേ കേട്ടോ. തോരൻ വെച്ചാലേ നല്ലൊരു മുട്ടനൊരു ഓമയ്ക്ക, കിളി തിന്നതാണ്. ഇത് നല്ലതായിട്ട്. നമ്മൾ തോരൻ വെച്ചാലേ നല്ല ആവിയിൽ നന്നായിട്ട് വെന്ത് ഇരിക്കും കേട്ടോ. നല്ല ഇതായിട്ടിരിക്കും കേട്ടോ, വെന്ത് കുഴയാത്ത തരം ഓമയ്ക്ക. ഞാനിവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഈ സംഭവം കണ്ടുണ്ടോ, കണ്ണ് കിട്ടാതിരിക്കും. കള്ളിമുൾച്ചെടി അവൻ അങ്ങോട്ടും വലുതായെന്നേ, സൂപ്പറായിട്ട് വളർന്നു വന്നു. എനിക്കിതിൻ്റെ ഇല ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഇല നോക്ക്, എന്ത് രസമുണ്ട്, നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത്തിരി ദിവസമായി ഇവിടെ ഇരുമ്പമ്പുളി തിന്നിട്ടോ. ഇരുമ്പമ്പുളി ഉണ്ടോ, ഇരുമ്പമ്പുളി തിന്നിട്ടതേ. കാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ ഞാൻ ഇരുമ്പമ്പുളി പറിച്ചിട്ട് അമ്മച്ചേ വേണ്ട, ഇരുമ്പമ്പുളി വേണോ നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടോ എൻ്റെ താമരത്തെറ്റിയെ കണ്ടോ, കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു ഒറ്റ ഒരു പൂ കേട്ടോ, ഇതാണ് താമരത്തെറ്റി. കണ്ടോ, കാണിച്ചു തരാൻ നല്ലോണം കാണിച്ചു തരാന്നേ. ഇതാണ് താമരത്തെറ്റി. കണ്ടോ, ഈ ഒരു പൂ കണ്ടോ, എത്ര വലിയൊരു പൂവാ, തട്ട് മാതിരി താമരത്തെറ്റി. കണ്ടോ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ട് നട്ടത്, വീട്ടിലെ പോയി കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് താമരത്തെറ്റി. കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ നിത്യ കല്യാണി. ഇത് 12 കളറുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ, 12 തരം കളറുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ വേറെ കളറായി പോകും കേട്ടോ. 12 സൈസ് ഉണ്ടായിരുന്നു.
ഏത് സമയത്താണ് നമ്മുടെ കോവിഡ് സമയത്ത് 12 കളറ് ഞാൻ ആക്കിയെടുത്തത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ, തന്നെ വേറെ വേറെ കളറായിട്ട് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല കളർഫുള്ളാണിത്. കണ്ടോ എന്ത് രസമുണ്ട്, അടിപൊളിയാണല്ലേ, അടിപൊളി കളർ. ചെടി കണ്ടോ, സൂപ്പറല്ലേ ഈ ചെടി, വിരിഞ്ഞിരിക്കുന്ന ചെടി. ഇതിൻ്റെ ഇല കണ്ടോ, വിരിഞ്ഞിരിക്കുക കേട്ടോ, ഇതിൻ്റെ ഇല കണ്ടോ. ഇതൊക്കെ നല്ല വിലയുള്ള ചെടിയാണ് ഇതൊക്കെ കേട്ടോ. ഇതിൻ്റെ ഈ സംഭവം വെച്ചാൽ മതി, ഈ സംഭവം വെച്ചാൽ നല്ലതുപോലെ നമുക്ക് കിട്ടും. ഞാനിങ്ങനെ വളച്ച് വെച്ചിരിക്കുകയാണിത് കണ്ടോ. നമ്മുടെ ചില മാവിനകത്തൊക്കെ ഇതേമാതിരിയുള്ള ഒരു സംഭവം ഇങ്ങനെ പിടിച്ച് നിൽക്കുമല്ലോ, അതാണോ ഇതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതല്ലാതെ ചെടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ. ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് എനിക്ക് ആക്കിയെടുക്കണം. അതിൻ്റെ ഇലയുടെ ഭംഗിയുണ്ടോ, എന്ത് സൂപ്പറാണ്. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് സുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ചേക്കുകയാണ്, ഇവിടെ വെക്കാൻ സ്ഥലമില്ല കേട്ടോ, ഭയങ്കര വെയിലല്ലേ, ഭയങ്കരമായ വെയിലാണ്, അതുകൊണ്ട് എടുത്ത് വയ്ക്കാൻ സ്ഥലമില്ല കേട്ടോ. ഇതുങ്ങൾക്കൊക്കെ വെയിൽ വേണ്ടാലോ, അതിങ്ങനെ ഒതുക്കി വെച്ചേക്കുകയാണ്. ഇത് ഒരു സൈസ് ഓർക്കിഡാണല്ലോ, ഇത് കണ്ടോ, നമ്മുടെ ഒരു കിളിയുടെ കൂട്ടിരിക്കുന്നില്ലേ ഇതൊരു ഓർക്കിഡാണ്. ഇതിൻ്റെ മൊട്ടാണ്, നാളെ മറ്റന്നാളെ വിരിയും. ഇതങ്ങ് പുറ്റുപോലാവും കേട്ടോ. നമ്മുടെ ഇതിനകത്തൊക്കെ മരത്തിനകത്തൊക്കെ അങ്ങോട്ട് വെച്ച് കെട്ടിക്കൊടുത്താൽ ഇത് പുറ്റുപോലാവുന്ന ഒരു സൈസ് ചെടിയാണ്. നല്ല വെള്ളപ്പൂ, എന്തൊരു മണമാണെന്നറിയാം ഇത് പൂക്കുമ്പം, നല്ല മണമാണ്. നല്ല വില കൂടിയൊരു ചെടി നിൽക്കുന്നത് കണ്ടോ, ഇതിനൊക്കെ എന്താ വില. ഇവിടെ അതേ മാനമില്ല, സുപ്പിൻ്റെ മതിലിൻ്റെ പുറത്തൂടെ ചാടി നിൽക്കുന്നു. എന്തൊരു വിലയാണെന്നറിയോ ഈ ചെടിക്ക്. ഞാൻ ചട്ടിക്കകത്ത് നട്ടപ്പോൾ ഇതങ്ങോട്ട് കിളിർത്ത് വന്നില്ല, നിൽക്കുന്നു മുട്ടൻ ഇലയായിട്ട്. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഇത് പിന്നെ നമ്മുടെ കള്ളിമുൾ ചെടി കണ്ണടിക്കാതിരിക്കാൻ സുപ്പ് കൊണ്ട് നട്ടതാട്ടോ, എൻ്റെ അല്ല, വീടിന്. ഇലയില്ലാത്ത പാല നല്ല രസം കേട്ടോ. ഇത് പാലയ്ക്ക് പാലുണ്ട് ഇതിന്, നല്ല രസമല്ലേ. ഇലയുണ്ട്, കുഞ്ഞ് ഇലയാന്നേ ഉള്ളല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോഴിതാ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം. മഴ പെയ്തപ്പോൾ നല്ല രസം കേട്ടോ. ഇല പച്ചപ്പായപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങ് നമുക്ക് പോച്ച പറിക്കാൻ കിടക്കുന്നു മക്കളെ. ആവശ്യത്തിന് എനിക്ക് വയ്യ കേട്ടോ, ആവശ്യത്തിന് ഇനി പോച്ച പറിക്കാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, മഴ പെയ്യുമ്പോൾ മുറ്റം കാണാൻ ഭയങ്കര ഇഷ്ടം. എല്ലാം പച്ചപ്പായിട്ടിരിക്കും ചെടികളെല്ലാം. അവരുടെ ആ ചൂട് കൊണ്ടുള്ള ക്ഷീണമൊക്കെ മാറി അവരങ്ങോട്ട് ഉഷാറായിട്ട് വരുമെന്നേ. സൂപ്പറാണ് നേരം കാണാനല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയല്ല ചെടികളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കുറേശ്ശെ ആയിട്ട് കേട്ടോ, കാണിച്ചു തരാം ഞാൻ. ഇങ്ങനെ ഇവിടെയും കുറച്ച് പോച്ചയുണ്ട്, അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറിച്ചാൽ കണ്ടോ, വീണ്ടും അവിടെ വന്നു. ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ. വീണ്ടും അവിടെ എല്ലാം ആയി. അവിടെ എപ്പോഴും വെള്ളം വീഴുന്നത് കൊണ്ടേ അതാണ് പ്രശ്നം. ഞാൻ അതെല്ലാം പറിച്ച് കളയണേ, പണിയാണ്. മതിൽ കഴുകണമെന്ന് വിചാരിച്ചു, മതിൽ കഴുകാൻ നാളെ വിളിച്ചപ്പോൾ അവരൊട്ട് വരുന്നതുമില്ല. മതിലെല്ലാം ഇങ്ങനെ കറുത്ത ഇതായി കേട്ടോ. മതിൽ കഴുകണം, നമുക്ക് കഴുകി പെയിൻ്റൊക്കെ അടിക്കാൻ സെറ്റാക്കണം. എന്തെല്ലാം ആഗ്രഹങ്ങളാണെന്നറിയാവോ ദൈവമേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാർ, നമ്മുടെ എൻ്റെ കേട്ടോ, കുഞ്ഞ് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കുറേശ്ശെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞ് വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോഴേ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും ഇതുപോലുള്ള സുപ്പുവിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.